Hello all, welcome to once. നമ്മുടെ സർവേയുടെ അടുത്ത സെഷനിലേക്ക് കടക്കുകയാണ്. In the previous session we were discussing about the introduction ആണ് അല്ലേ? സർവേയുടെ തുടക്കം എന്താണെന്നാ പറഞ്ഞത്. We were discussing about the definition of the survey. അവിടെ നമ്മൾ types of survey പറഞ്ഞു and finally principle of survey ആണ് നമ്മൾ അവിടെ പറഞ്ഞത്. Okay അല്ലേ? And in this session we will be discussing about the important units in survey and the scale in survey. ഇതാണ് നമുക്ക് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. Okay അല്ലേ? So the point of discussion is important units ആണ്. ഓക്കെ, തീർച്ചയായിട്ടും വരാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന ടേബിൾ അല്ലെ. കുറച്ച് യൂണിറ്റ്സ് ആണ്, വളരെ സിമ്പിൾ യൂണിറ്റ്സ് ആണ്, ചിലപ്പം എല്ലാവർക്കും അറിയാണ്ടാവും. ഓക്കെ, എന്താണ് ദിസ് ഈസ് വെരി സിമ്പിൾ യൂണിറ്റ്സ്, ഇമ്പോർട്ടൻറ്റ് യൂണിറ്റ്സ്. എല്ലാ യൂണിറ്റും കൂടി നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല, സ്ഥിരമായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള യൂണിറ്റ്സ് ആണിത്. ഓക്കെ, ഏതൊക്കെയാണ്? 1 inch is equal to എത്രയാണ്? 1 inch is equal to, if you say that is in 2.54 centimeter ആണ് അല്ലെ. 2.54 centimeter വളരെ ചെറിയ യൂണിറ്റ് ആണ് 1 inch. And 1 foot is equal to 30.48 centimeter ആണ്. ഈ വാല്യൂസ് അറിഞ്ഞിരിക്കണേ. യെസ്, ടു ദ എന്നാൽ ഡെസിമൽ കഴിഞ്ഞിട്ടുള്ള വാല്യൂസ് അറിഞ്ഞിരിക്കുക. ക്ലോസ് ആയിട്ടുള്ള ഓപ്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. നൗ നെക്സ്റ്റ് വൺ ഈസ് 1 yard, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.9144 മീറ്റർ ആണ് അല്ലെ. ക്രിക്കറ്റ് കാണുന്നവർക്ക് അറിയാം 1 yard is almost equal to 1 meter ആണ് അല്ലെ. 1 yard is almost equal to 1 meter ആണ്, that is 0.9144 meter ആണ്. 1 fathom another unit ആണ്, that is 1.83 fathom 1.83 ആണ്. Next is furlong, that is 201.2 meter ആണ്. ഫർലോങ്ങും ഫാത്തവും മാറിപ്പോയത്. ഓക്കെ, ഈ യൂണിറ്റ്സ് എല്ലാം ഓർത്തിരിക്കണം. ഫാത്തം ഫർലോങ് പൊതുവെ ആൾക്കാർക്ക് മാറിപ്പോകാറുണ്ട്. ഓക്കെ, ഓർത്തിരിക്കാൻ ഒരു ചളി പറയാം. എന്താണ് ഫർലോങ്ങിൽ? ദ ടേം itself have long അല്ലെ. ഫർലോങ്ങിൽ ലോങ് ഉണ്ട്, സോ അതായിരിക്കും വലുത് ആസ് കമ്പയർഡ് ടു ഫാത്തം. ഫർലോങ്ങിൽ ലോങ് ഉണ്ട്. ഫർലോങ് എത്ര ലോങ് ആണ്? യെസ്, ഇറ്റ് ഈസ് 201.2 മീറ്റർ ആണ്. ഫാത്തം എത്രയേ ഉള്ളൂ? 1.83 മീറ്ററേ ഉള്ളൂ. ക്ലിയർ ആണോ? നൗ 1 മൈൽ സ്ഥിരം ചോദിക്കുന്നതാണ്, ദാറ്റ് ഈസ് 1.609 കിലോമീറ്റർ ആണ്. 1 കിലോമീറ്ററിനെക്കാട്ടും കൂടുതലാണ് അല്ലെ. എത്രയാണ്? 1.609 കിലോമീറ്റർ ആണ്. എക്സാക്ട് വാല്യൂ അറിഞ്ഞിരിക്കുക. ദെൻ 1 നോട്ടിക്കൽ മൈൽ ആണ്, ദാറ്റ് ഈസ് 1.852 കിലോമീറ്റർ ആണ്. ഓക്കെ, ആൻഡ് 1 നോട്ടിക്കൽ മൈലിനെ നമ്മൾ സി മൈൽ എന്നും പറയാറുണ്ട്. സോ സി മൈൽ എന്ന് ഓപ്ഷൻ അല്ല ക്വസ്റ്റ്യനിൽ കണ്ടു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? 1 നോട്ടിക്കൽ മൈൽ ആണ്. ക്ലിയർ അല്ലേ? നൗ ദീസ് ആർ ദ എന്താണ് ലീനിയർ ഡയമെൻഷൻ യൂണിറ്റ് ആണിത്. ഏരിയയുടെ യൂണിറ്റ് സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്നത് യെസ് 1 ഹെക്ടർ ഈക്വൽ ടു എത്രയാണെന്ന് വളരെ അധികം തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചാണ്. 1 ഹെക്ടർ ഈസ് ഈക്വൽ ടു 10⁴ മീറ്റർ സ്ക്വയർ ആണ്. ദെൻ 1 ഏക്കർ ഈസ് ഈക്വൽ ടു യെസ് 4047 മീറ്റർ സ്ക്വയർ ആണ്. ഒരു ഏക്കർ 100 സെന്റ് ആണ് അല്ലെ. 100 സെന്റ് ആണ് ഒരു ഏക്കർ. ഒരു സെന്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 സെന്റ് ഈസ് ഈക്വൽ ടു 40.47 മീറ്റർ സ്ക്വയർ ആണ്. 1 സെന്റ് ഈസ് ഈക്വൽ ടു 40.47 മീറ്റർ സ്ക്വയർ ആണ്. 100 സെന്റ് ആണ് ഒരു ഏക്കർ, അതായത് ഒരു ഏക്കർ ഈസ് ഈക്വൽ ടു 4047 മീറ്റർ സ്ക്വയർ ആണ്. ക്ലിയർ ആണോ? 4047 മീറ്റർ സ്ക്വയർ ആണ്. ഈസ് ദാറ്റ് ഓക്കെ? സോ ഈ ഇമ്പോർട്ടന്റ് യൂണിറ്റ്സ് ഇത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനിയും ഒരുപാട് യൂണിറ്റ്സ് ഉണ്ട്, എല്ലാ യൂണിറ്റ്സ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. സ്ഥിരമായിട്ട് മാറി ചോദിച്ചു വരുന്ന യൂണിറ്റ് ആണ്, നമ്മൾ അത് ലിസ്റ്റ് ചെയ്താണ്. ഇത് പഠിച്ചാൽ മതി, ഇതിന്റെ അപ്പുറത്തേക്ക് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ ആണോ? നൗ ഈ യൂണിറ്റിൽ നിന്ന് തിരിച്ച് അങ്ങോട്ടും റിലേഷൻ ഉണ്ടാക്കാൻ നമുക്ക് വരണം. ഓക്കെ അല്ലേ? നൗ ദാറ്റ് ഇസ് വെരി സിമ്പിൾ. നെക്സ്റ്റ് മൂവ് ടു ദ നെക്സ്റ്റ് ടോപ്പിക് അല്ലെ. നമ്മള് സർവേയിലേക്ക് ഡീപ്പായിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ സർവേയിലെ സ്കെയിലിങ്ങിനെ കുറിച്ച് അറിയണം. സ്കെയിലിംഗ് നമ്മൾ എല്ലാ തരത്തിലും എല്ലാ ഭാഗത്തും യൂസ് ചെയ്യാറുണ്ട്, സർവേയിൽ മാത്രമല്ല അല്ലെ. നമ്മൾ സർവേയിൽ എന്താ ചെയ്യുന്നത്? വി ആർ ഡൂയിങ് അവർ വർക്ക് ഇൻ എ ഫീൽഡ് ആണ്. ആ ഫീൽഡിൽ നമ്മൾ എല്ലാ വർക്കും ചെയ്തതിന് ശേഷം, വർക്ക് മീൻസ് ടൈപ്സ് ഓഫ് മെഷർമെന്റ് എടുത്തതിന് ശേഷം നമ്മൾ ആ ഫീൽഡിൽ ചെയ്ത കാര്യങ്ങളെ നമ്മൾ ഒരു പേപ്പറിൽ വരയ്ക്കാറുണ്ട്. മാപ്പ് പ്രിപ്പറേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ പ്ലാൻ പ്രിപ്പറേഷൻ എന്ന് പറയും അല്ലെ. സോ ഫീൽഡിൽ ഒരു 10 മീറ്റർ ഡിസ്റ്റൻസ് നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പേപ്പർ കാണിക്കാൻ പറ്റുമോ? പേപ്പർ കാണിക്കാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? ഫീൽഡിൽ ഉണ്ടാവുന്ന ആ ഡിസ്റ്റൻസിനെ കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ ഒരു ഡിസ്റ്റൻസ് പേപ്പർ കാണിക്കണം. ദാറ്റ് ഈസ് ടേംഡ് ആസ് സ്കെയിലിംഗ് ആണ് അല്ലെ. ഫീൽഡിലെ വലിയൊരു ഡിസ്റ്റൻസിനെ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചെറിയൊരു ഡിസ്റ്റൻസ് ആക്കി കാണിക്കുകയാണ്. വി ആർ റെഡ്യൂസിംഗ് ദ ആക്ച്വൽ ഡിസ്റ്റൻസ് ഓൺ ദ ഫീൽഡ് ആൻഡ് റെപ്രസെന്റിംഗ് ഇറ്റ് ഇൻ എ പേപ്പർ. സോ വി ആർ റെഡ്യൂസിംഗ് ദ സ്കെയിൽ ആണ്. ഓക്കെ അല്ലെ? റെഡ്യൂസിംഗ് ദ സ്കെയിൽ ആണ്. ഫീൽഡിലെ ഒരു വലിയ ഡയമെൻഷനെ ചെറിയ ഡയമെൻഷൻ ആക്കി പേപ്പർ കാണിക്കുകയാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്കെയിൽ ഈസ് ഡിഫൈൻഡ് ആസ്, എക്സാമ്പിൾ പറയുന്നതിന് മുമ്പ് വാട്ട് ഇസ് ദ ഡെഫിനിഷൻ ഓഫ് സ്കെയിൽ എന്നാണ്. അതിനാണ് സ്കെയിൽ എന്ന് പറയുന്നത്. വാട്ട് ഇസ് ദ ഡെഫിനിഷൻ ഓഫ് സ്കെയിൽ? സ്കെയിൽ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ്, യെസ്, ഈ റേഷ്യോ എന്ന് പറയുന്ന ടേം വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. സ്കെയിൽ ഈസ് ദ ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ്, യെസ്, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 points on map to the corresponding distance on the ground ആണ്.
അതായത് ചുരുക്കി പറഞ്ഞാൽ എ മാപ്പ് ഡിസ്റ്റൻസ്, മാപ്പിൽ ഉണ്ടായിരിക്കുന്ന രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ അതേ പോയിന്റുകൾ ഓൺ ഗ്രൗണ്ട്, അതേ പോയിന്റുകൾ സെയിം പോയിന്റ്സ് ഓൺ ദ ഗ്രൗണ്ട്. യെസ്, മാപ്പ് ടു ദ ഗ്രൗണ്ട് ഡിസ്റ്റൻസിന്റെ റേഷ്യോനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ദ ക്വസ്റ്റ്യൻ ഇറ്റ്സെൽഫ് ഈസ് എ ക്വസ്റ്റ്യൻ, സോറി ക്വസ്റ്റ്യൻ, ദ സ്റ്റേറ്റ്മെന്റ് ഇറ്റ്സെൽഫ് ഈസ് എ ക്വസ്റ്റ്യൻ. The statement itself is a question. That is, scale is equal to map distance divided by map distance divided by ground distance ആണ് അല്ലേ? The distance between 2 points on the map to the ground ആണ്. തിരിച്ചല്ല, മാറിപ്പോരുത്, അങ്ങനെയും ഓപ്ഷൻസ് വരാറുണ്ട്. It is map to the ground distance ആണ്, map to the ground distance ആണ്. ഓക്കെ, രണ്ട് രീതിയിലാണ് നമ്മൾ സ്കെയിലിനെ റെപ്രസെന്റ് ചെയ്യാറുള്ളത്. We can represent the scale in two different ways. That is, first one is engineering scale ആണ്. യെസ്, സ്കെയിലിനെ റെപ്രസെന്റ് ചെയ്യുന്ന രീതിക്ക് അനുസരിച്ച് മാറ്റമുണ്ട്. ഫസ്റ്റ് വൺ ഈസ് എഞ്ചിനീയറിംഗ് സ്കെയിൽ ആണ്. ദാറ്റ് ഈസ് എക്സാമ്പിൾ പറയാണ്. ഇഫ് യു ആർ സേയിങ് 1 സെന്റിമീറ്റർ ഇൻ മാപ്പ് അല്ലെ, മാപ്പിലെ ഡിസ്റ്റൻസ് അല്ലെ, സെന്റിമീറ്റർ എന്ന് വെച്ചാൽ മാപ്പ് ആയിരിക്കുമല്ലോ, സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ മാപ്പ് ആയിരിക്കില്ലേ, മാപ്പിലെ 1 സെന്റിമീറ്റർ യെസ്, നമ്മൾ പറയാണ് എത്രയാണ്, ഗ്രൗണ്ടിലുള്ള 10 മീറ്ററിന് ഈക്വൽ ആണ്. അതായത് ഗ്രൗണ്ടിലെ അല്ലെ, നമുക്ക് വേറൊരു എക്സാമ്പിൾ പറയാം. ലെറ്റ്സ് സേ 10 മീറ്റർ പോട്ടെ, നമുക്ക് ചെയ്യാം. ലെറ്റ്സ് സേ 1 സെന്റിമീറ്റർ ഈക്വൽ എത്രയാണ്, 50 മീറ്റർ ആണ്. 1 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 50 മീറ്റർ ആണ്. അതായത് ഗ്രൗണ്ടിലെ 50 മീറ്റർ നമ്മൾ പേപ്പറിലേക്ക് വരയ്ക്കുമ്പോൾ എത്രയായിട്ടേ കാണിക്കുള്ളൂ, 1 സെന്റിമീറ്റർ ആയിട്ട് കാണിക്കുള്ളൂ. സോ പേപ്പറിലെ 1 സെന്റിമീറ്ററിന്റെ അർത്ഥം എന്താണ്, അത് ഗ്രൗണ്ടിൽ 50 മീറ്റർ ആയിരിക്കും എന്നാണ് ഈ സ്കെയിൽ പറയുന്നത്. യെസ്, ഇറ്റ് ഈസ് ഓബ്വിയസ് ആണ്. നിങ്ങൾ ഈ ഫോർമാറ്റിലാണ് സ്കെയിൽ റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ, ഇഫ് യു ആർ റെപ്രസെന്റിംഗ് ദ സ്കെയിൽ ഇൻ ദിസ് ഫോർമാറ്റ് വേർ ക്വാണ്ടിറ്റീസ് ആർ എക്സ്പ്രസ്ഡ് ഇൻ ഡിഫറെന്റ് യൂണിറ്റ്സ് അല്ലെ, 2 യൂണിറ്റിൽ അല്ലെ, ഒന്ന് സെന്റിമീറ്ററിലാണ് പറയുന്നത്, അടുത്തത് മീറ്ററിലാണ് പറയുന്നത്. അതായത് മാപ്പിലെ സെന്റിമീറ്റർ ഗ്രൗണ്ടിലെ മീറ്ററിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ. യെസ്, ഇൻ 2 ഡിഫറെന്റ് യൂണിറ്റ്സിലാണ് നിങ്ങൾ ക്വാണ്ടിറ്റീസിനെ റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് ടേംഡ് ആസ് എഞ്ചിനീയറിംഗ് സ്കെയിൽ. ക്ലിയർ അല്ലേ? So എഴുതിക്കോളൂ. If the scale is represented in the format, എക്സാമ്പിൾ തന്നെ വെച്ച് നമുക്ക് എഴുതാം. If the scale is represented in the format 1 centimeter equal to 50 meter. If the scale is represented in the format 1 centimeter equal to 50 meter, where quantities are expressed in different units, it is termed as engineering scale. Where quantities are expressed in different unit. ഇനി നോക്കിയേ, ഇതേ സ്കെയിലിനെ എനിക്ക് മറ്റൊരു രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ദിസ് ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് 1:5000 or 1:5000. യെസ്, നിങ്ങൾ നോക്കിയേ, 1 മീറ്റർ ഈക്വൽ എത്രയാണ്, 1 മീറ്റർ ഈക്വൽ എത്രയാണോ, 100 സെന്റിമീറ്റർ അല്ലേ, 100 സെന്റിമീറ്റർ ഒക്കെ അല്ലേ. അപ്പോൾ 50 മീറ്റർ എത്രയായിരിക്കും, 5000 സെന്റിമീറ്റർ ആയിരിക്കും. അതായത് ഞാൻ എന്താക്കി അല്ലെ, നമ്മൾ എന്ത് ചെയ്തു, ഈ മീറ്ററിനെ പിടിച്ച് സെന്റിമീറ്റർ ആക്കി. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് 5000 ആണ് അല്ലെ, 5000 ആണ്. അതായത് ഇപ്പം സ്കെയിലിന്റെ റെപ്രസെന്റേഷൻ ചെറുതായിട്ടൊന്ന് മാറി അല്ലെ. മാപ്പിലെ 1 സെന്റിമീറ്റർ ഗ്രൗണ്ടിലെ എത്രയാണ്, 5000 സെന്റിമീറ്ററിന് ഈക്വൽ ആണ്. സംഭവം രണ്ടും ഒരേ അർത്ഥമാണ് കാണിക്കുന്നത് അല്ലെ, ഒരേ ഐഡിയ ആണ് തരുന്നത്. നമ്മൾ റെപ്രസെന്റ് ചെയ്ത രീതി ഒന്ന് മാറി. If 1 centimeter equal to 50 meter where quantities are expressed in different unit, that is engineering scale. എന്തായിരിക്കും representative fraction, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ചുരുക്കി RF scale എന്ന് പറയും. This is termed as RF scale. Yes, in RF scale അല്ലെങ്കിൽ representative fraction, the quantities are different in the same unit. The quantities are represented in the same unit. Okay അല്ലേ? In the format 1:5000 or 1:5000. ഇതിനെ നമ്മൾ 1:5000 എന്നാണ് പറയുക. Clear ആണോ? That is, എഴുതുക. If the scale is represented in the unit, 1:5000 or 1:5000. If the scale is represented in the format, if the scale is represented in the format 1:5000 or 1:5000, where quantities are expressed in the same unit, that is termed as RF scale. Clear ആണോ? Is that okay? Now, ഒരു എക്സാമ്പിൾ ഇവിടെ നമുക്ക് ചെയ്തു നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം. അതായത് നിങ്ങൾക്ക് RF സ്കെയിലിൽ സാധനം തന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് RF ഫോർമാറ്റിലായിരിക്കും സ്കെയിൽ തന്നിട്ടുണ്ടാവുക. നിങ്ങളോട് അത് എഞ്ചിനീയറിംഗ് സ്കെയിലേക്ക് മാറ്റാൻ പറയും. നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് സ്കെയിലായിരിക്കും നിങ്ങൾക്ക് സ്കെയിൽ തന്നിട്ടുണ്ടാവുക. നിങ്ങളോട് അതിന്റെ കറസ്പോണ്ടിങ് RF സ്കെയിൽ എന്താണെന്ന് ചോദിക്കും. ഓക്കെ അല്ലേ? സോ ലെറ്റ്സ് ഡു an example. 1 centimeter is equal to 500 kilometer ആണ്. 1 centimeter is equal to 500 kilometer ആണ് ഗിവൺ സ്കെയിൽ. ഇത് ഏതാണ് ഫോർമാറ്റ്?
യെസ്, ഏത് ഫോർമാറ്റ് ആണിത്? ഇത് എഞ്ചിനീയറിംഗ് സ്കെയിൽ ആണ് അല്ലെ, എഞ്ചിനീയറിംഗ് സ്കെയിൽ ആണ് ഇത് അല്ലെ. ബിക്കോസ് മാപ്പിലെ 1 സെന്റിമീറ്റർ ഗ്രൗണ്ടിലെ 500 കിലോമീറ്റർ ആണ് അല്ലെ. ആൻഡ് ക്വാണ്ടിറ്റീസ് ആർ ഡിഫറെന്റ് യൂണിറ്റിലാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. ക്വാണ്ടിറ്റീസ് ആർ എക്സ്പ്രസ്ഡ് ഇൻ ദ ഡിഫറെന്റ് യൂണിറ്റ്, സെന്റിമീറ്റർ ആൻഡ് കിലോമീറ്റർ അല്ലെ. നമുക്ക് കിലോമീറ്ററിനെ എന്താക്കണം? സെന്റിമീറ്റർ ആക്കിയാൽ മതി. ദാറ്റ് വിൽ ബിക്കം ആസ് യെസ് ആർ ഓഫ് സ്കെയിൽ ആയി മാറും. സോ കറസ്പോണ്ടിങ് ആർ ഓഫ് സ്കെയിൽ ആക്കാൻ വേണ്ടി എന്താക്കിയാൽ മതി? യെസ്, കൺവേർട്ട് ദ 500 കിലോമീറ്റർ ഇൻടു സെന്റിമീറ്റർ. യെസ്, എത്ര കിലോമീറ്റർ ആണോ മീറ്റർ? യെസ്, വി നോ 1 കിലോമീറ്റർ ഈസ് ഈക്വൽ ടു 1 കിലോമീറ്റർ ഈസ് ഈക്വൽ ടു 1000 മീറ്റർ ആണ്. യെസ്, 1 മീറ്റർ ഈസ് ഈക്വൽ ടു 100 സെന്റിമീറ്റർ ആണ് അല്ലെ. സോ എന്ത് ചെയ്താൽ മതി? ദിസ് ഈസ് 500 ഇൻറ്റു 10⁻³ മീറ്റർ ആയി മാറും. ആൻഡ് മീറ്റർ ഈസ് ഈക്വൽ ടു 10⁻² സെന്റിമീറ്റർ ആയി മാറും. സോ ദിസ് ബിക്കം 5 ഇൻറ്റു 10⁻7 സെന്റിമീറ്റർ ആയി മാറി അല്ലെ അല്ലെ. സോ 500 കിലോമീറ്റർ ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 10⁻7 5 ഇൻറ്റു 10⁻7 സെന്റിമീറ്റർ ആണ്. Therefore, the engineering scale 1 centimeter equal to 500 kilometer will be is equal to 1:5 into 10⁻7 ആയി മാറും. അല്ലെങ്കിൽ എന്ത് പറയാം? ഓർ ഇങ്ങനെ ഉണ്ടാവും, 1 in 5 into 10⁻7 ആയി മാറും. വളരെ സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. ഓക്കെ അല്ലേ? ഒന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും, നിങ്ങളോട് എഞ്ചിനീയറിംഗ് സ്കെയിൽ ചോദിക്കും. എഞ്ചിനീയറിംഗ് സ്കെയിൽ തന്നിട്ടുണ്ടാവും, നിങ്ങളോട് കറസ്പോണ്ടിങ് റെപ്രസെന്റേറ്റീവ് ഫാക്ടർ ചോദിക്കും. ക്ലിയർ ആണോ? ഈസ് ദാറ്റ് ഓക്കെ? സോ ഇതാണ് സ്കെയിൽ. വാട്ട് ഈസ് സ്കെയിൽ? It is a ratio of map to the ground distance ആണ്. If the quantities are expressed in the same unit, it is a representative factor. If the quantities are expressed in the different unit, it is termed as engineering scale. Clear അല്ലേ? Clear അല്ലേ? Now, let's do an example. നമുക്ക് സ്കെയിൽ യെസ് കുറെ തിയറി പഠിക്കുന്നതിൽ കാര്യമില്ല. നമ്മൾ അതിന്റെ ന്യൂമറിക്കൽ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് അതിൽ കാര്യമുള്ളൂ. ഓക്കെ, സോ ദാറ്റ്സ് വൈ വി ആർ ഇൻക്ലൂഡിംഗ് ക്വസ്റ്റ്യൻസ് വിത്ത് ദിസ് സ്കെയിൽ പോർഷൻ. സ്കെയിൽ ഒരു ന്യൂമറിക്കൽ പോർഷൻ ആണ്. നമുക്ക് അതിന്റെ കൂടെ ന്യൂമറിക്കൽ ചെയ്ത് കാണിച്ചാൽ മാത്രമേ, പഠിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. സോ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ചെയ്യാം നമുക്ക്. നോക്കിയേ, ഇഫ് സ്കെയിൽ ഓഫ് എ മാപ്പ് ഈസ് 1 സെന്റിമീറ്റർ ഈക്വൽ ടു 10 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്, നമ്മളോട് തന്നിട്ടുണ്ട്. ഒരു സ്കെയിലിലെ ഒരു മാപ്പിലെ സ്കെയില്, ഒരു മാപ്പിന്റെ സ്കെയില് 1 സെന്റിമീറ്റർ ഈക്വൽ ടു 10 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഗ്രൗണ്ട് ഡിസ്റ്റൻസ് കറസ്പോണ്ടിങ് ടു 120 സെന്റിമീറ്റർ ഓൺ എ മാപ്പ്? യെസ്, അങ്ങനെയാണെങ്കിൽ ഗ്രൗണ്ട് ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഇഫ് ദ മാപ്പ് ഡിസ്റ്റൻസ് ഈസ് 120 സെന്റിമീറ്റർ. സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ് അല്ലെ. സോ ഫസ്റ്റ് എത്രയാണ്? 1 സെന്റിമീറ്റർ ഈക്വൽ ടു 10 മീറ്റർ ആണ്. അതായത് മാപ്പിലെ ഓരോ സെന്റിമീറ്ററും ഗ്രൗണ്ടിലെ 10 മീറ്ററിന് ഇക്വലന്റ് ആണ്. Therefore 120 സെന്റിമീറ്റർ will be is equal to എത്രയായിരിക്കും? This is the map distance അല്ലെ. ഇതാണ് മാപ്പ് ഡിസ്റ്റൻസ്. ഒരു സെന്റിമീറ്റർ എത്രയാണോ? 10 മീറ്റർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1200 മീറ്റർ ആയിരിക്കും. വളരെ സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? യെസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ, 4ാം ക്ലാസ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. What is the ground area corresponding to a map area of 140 centimeter square ആണ്? What is the ground area? ഗ്രൗണ്ടിലെ ഏരിയ എത്രയാണ്? ഗ്രൗണ്ട് ഏരിയ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ഇഫ് മാപ്പിലെ ഏരിയ എത്രയാണ്? 140 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. യെസ്, സെന്റിമീറ്റർ സ്ക്വയർ ആണ്, ഏരിയ അല്ലേ, സെന്റിമീറ്റർ സ്ക്വയറിലാണ് വരിക. നമുക്കറിയാം 1 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു എത്രയാണ്? 10 മീറ്റർ ആണ് അല്ലേ. സോ 140 സെന്റിമീറ്റർ സ്ക്വയറിനെ എങ്ങനെ എഴുതാൻ പറ്റും? യെസ്, വേണമെങ്കിൽ സ്റ്റെപ്പ് ആക്കി എഴുതാം. മനസ്സിലാവാത്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ്. 140 സെന്റിമീറ്റർ സ്ക്വയറിനെ 140 ഇൻറ്റു 1 സെന്റിമീറ്റർ ഇൻറ്റു അടുത്ത സെന്റിമീറ്റർ അല്ലെ. സെന്റിമീറ്റർ സ്ക്വയറിന് എങ്ങനെ എഴുതി കൂടെ? സെന്റിമീറ്റർ ഇൻറ്റു സെന്റിമീറ്റർ. ആൻഡ് 1 സെന്റിമീറ്റർ എത്രയാണോ? 1 സെന്റിമീറ്റർ എത്രയാണ്? 10 മീറ്റർ ആണ്. ഓക്കെ, സോ 1 സെന്റിമീറ്റർ ഈസ് 10 മീറ്റർ ഇൻറ്റു another centimeter is again 10 meter. So this become yes 14,000 അല്ലെ. 1 2 3 zeros meter square. Yes, 14,000 meter square. Clear അല്ലേ? 1 സെന്റിമീറ്റർ equal to 10 meter ആണ്. So corresponding 140 centimeter square will be is equal to 14,000 meter square ആയിരിക്കും. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് പറഞ്ഞത്. ഓക്കെ അല്ലേ? യെസ്, ബുദ്ധിമുട്ട് ഉള്ളവരുണ്ടാവാം, ഇല്ലാത്തവരുണ്ടാവാം. നമ്മൾ എല്ലാവരെയും കൺസിഡർ ചെയ്യും. ദിസ് ഈസ് എ ബേസിക് ക്വസ്റ്റ്യൻ ഫ്രം എ സ്കെയിൽ. ഓക്കെ, ഒന്ന് ലെവൽ കൂട്ടി നമുക്ക് സ്കെയിലിലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. അതിനു മുമ്പ് സ്കെയിലിലെ ഒരു തിയറിയും കൂടി പറയാം. ദാറ്റ് ഈസ് എറേഴ്സ് ഇൻ സ്കെയിൽ ആണ്. 2 ടൈപ്പ് എറേഴ്സ് ആണ് സ്കെയിൽ ഉണ്ടാവാറുള്ളത്. ഏതൊക്കെയാണ്? എറർ ഡ്യൂ ടു ഷ്രിങ്കേജ് ആണ് ആൻഡ് എറർ ഡ്യൂ ടു റോങ് മെഷറിംഗ് സ്കെയിൽ ആണ്. യെസ്, വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇവിടുന്ന് ന്യൂമറിക്കൽ തീർച്ചയായിട്ടും ചോദിച്ചിരിക്കും. ഉറപ്പാണ് ഒരു ക്വസ്റ്റ്യൻ ഈ പോർഷൻ, ഉറപ്പാണ്, യാതൊരു സംശയമില്ല. സോ നമുക്ക് ഓരോന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ എറർ ഡ്യൂ ടു ഷ്രിങ്കേജ് ആണ്. ഓക്കെ അല്ലേ? ഫസ്റ്റ് വൺ എറർ ഡ്യൂ ടു ഷ്രിങ്കേജ് കാരണം ഉണ്ടാകുന്ന എറർ. നൗ എന്താണെന്ന് നോക്കാം. നമുക്കറിയാം സ്കെയിൽ അല്ലേ, സർവേ അല്ലേ, സർവേയിൽ എറർ വന്നു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് ചെയ്യണം. ഷ്രിങ്കേജ് കൊണ്ടാണ് ഇവിടെ
എറർ ഉണ്ടാകുന്നത് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് ഒരു 50 കൊല്ലം മുമ്പ് വരച്ച ഒരു പ്ലാൻ ഇപ്പൊ കിട്ടുകയാണ്. കുറെ കാലം മുമ്പ്, 50 കൊല്ലം എന്ന് വെറുതെ പറഞ്ഞാണ്, ഈ കുറെ കാലം മുമ്പ് വരച്ചു വെച്ച ഒരു പ്ലാൻ നമുക്ക് ഇപ്പൊ കിട്ടുകയാണ്. ആൻഡ് എന്ത് സംഭവിച്ചിട്ടുണ്ട്? അല്ലെ, തീർച്ചയായിട്ടും പേപ്പറിലല്ലേ വരച്ചിട്ടുണ്ടാവുക. എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? ഡ്യൂ ടു ടെമ്പറേച്ചർ ചേഞ്ച്, ഡ്യൂ ടു ഹ്യൂമിഡിറ്റി ചേഞ്ച്, ആ പേപ്പറിന് ശ്രിങ്കേജ് സംഭവിച്ചിട്ടുണ്ടാവാം. ലെറ്റ്സ് സേ ആ പേപ്പറിന് ശ്രിങ്കേജ് സംഭവിച്ചിട്ടുണ്ട് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട്. സോ തീർച്ചയായിട്ടും അങ്ങനെ ശ്രിങ്കേജ് പേപ്പറിന് സംഭവിച്ചാൽ അതിൽ മാർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ലൈൻസിനും എന്ത് സംഭവിക്കും? ശ്രിങ്കേജ് സംഭവിച്ചിട്ടുണ്ടാവും. ഡയമെൻഷൻസ് എല്ലാം മാറിപ്പോയിട്ടുണ്ടാവും. അല്ലെ, ശ്രിങ്കേജ് സംഭവിച്ചില്ലേ? അപ്പോ ഇന്ന് നമ്മൾ ആ മെഷർമെന്റ്സ് എടുത്തു കഴിഞ്ഞാൽ, ആ മാപ്പിലെ മെഷർമെന്റ്സ് നമ്മൾ ഇന്ന് എടുത്തു കഴിഞ്ഞാൽ which is already shrunk, അത് തെറ്റായിരിക്കില്ലേ? യെസ്, നമ്മൾ എടുക്കുന്ന എല്ലാ മെഷർമെന്റ് തെറ്റായിരിക്കും. ദാറ്റ് ഈസ് ദ എറർ അറൈസസ് ഡ്യൂ ടു ശ്രിങ്കേജ് ഓഫ് ദ മാപ്പ് ആണ്. ദ എറർ ഡ്യൂ ടു ശ്രിങ്കേജ് ആണ്. ശ്രിങ്കേജിന്റെ കാരണം നമുക്ക് അറിയണ്ട. ഓക്കെ അല്ലേ? സോ എഴുതിക്കോളൂ, ദിസ് ഈസ് ദ എറർ ഡ്യൂ ടു ശ്രിങ്കേജ് ഓഫ് ദ മാപ്പ് ആണ്. ദിസ് ഈസ് ദ എറർ ഡ്യൂ ടു ശ്രിങ്കേജ് ഓഫ് ദ മാപ്പ് ആൻഡ് ദ എറർ ക്യാൻ ബി കറക്റ്റഡ് യൂസിങ്. ഓക്കെ അല്ലേ? എറർ ഉണ്ടായി ആയിക്കോട്ടെ, നമുക്കൊന്നും ചെയ്യാനില്ല. നമുക്ക് എന്ത് ചെയ്യണം? ഈ എററിനെ നമുക്ക് കറക്റ്റ് ചെയ്യണം. ഇങ്ങനെ എറർ ഉണ്ടായി, സമ്മതിച്ചു, ഇനി നമുക്ക് ആ കറക്റ്റ് ചെയ്യണം. യെസ്, ഇഫ് യു വാണ്ട് ടു കറക്റ്റ് ദിസ് എറർ യു നീഡ് എ കറക്ഷൻ ഫാക്ടർ. ഇത്തരത്തിലുള്ള എറർ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യണമെങ്കിൽ we need a correction factor and that correction factor is termed as shrinkage ratio അല്ലെങ്കിൽ ഇതിനെ shrinkage factor എന്ന് പറയും. shrinkage factor എന്ന് പറയും. ഓക്കെ, യെസ്, ഇങ്ങനെ shrinkage കാരണം ഒരു എറർ വന്നിട്ടുണ്ട്. ആ എറർ കറക്റ്റ് ചെയ്യാൻ വേണ്ടി വി ആർ യൂസിങ് എ കറക്ഷൻ ഫാക്ടർ ദാറ്റ് ഈസ് ടേംഡ് ആസ് shrinkage ratio അല്ലെങ്കിൽ shrinkage factor. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടേം shrinkage ratio ആണ്. ദിസ് ഈസ് ടേംഡ് ആസ് SR. നമ്മൾ ഇതിനെ ചുരുക്കി SR എന്നാണ് എഴുതുക. എന്താണ് SR ഉദ്ദേശിച്ചത്? shrinkage ratio ആണ്. ഇനി എന്താണ് shrinkage ratio? വാട്ട് യു മീൻ ബൈ shrinkage ratio? യെസ്, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് shrinkage ratio SR എന്ന് എഴുതിയുള്ളൂ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് shrunk length. It is defined as the ratio of shrunk length to the original length. ഈ റേഷ്യോനെയാണ് നമ്മൾ shrinkage ratio എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? This ratio between shrunk length to the original length that is termed as shrinkage ratio. ഇനി എന്താണ് ഉദ്ദേശിച്ചത്? നിങ്ങൾ നോക്കിയേ, നമ്മുടെ പഴയ മാപ്പിൽ ഒരു ലൈൻ ഉണ്ട്. ആ ലൈൻ ഒറിജിനലി 10 സെന്റിമീറ്റർ ആണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, ആ മാപ്പിൽ ഒരു ലൈൻ ഉണ്ട്. അത് ഒറിജിനലി എത്രയാണ് മെഷർ ചെയ്യുന്നത്? 10 സെന്റിമീറ്റർ ആണ് മെഷർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ shrinkage കാരണം ഇപ്പം അത് എത്രയും മെഷർ ചെയ്യുന്നുള്ളൂ? 9 സെന്റിമീറ്ററെ മെഷർ ചെയ്യപ്പെടുന്നുള്ളൂ. അല്ലെ, 10 സെന്റിമീറ്റർ ഒറിജിനലി മെഷർ ചെയ്തുകൊണ്ടിരുന്ന ലൈൻ, shrinkage കാരണം ഇപ്പൊ എത്രയും മെഷർ ചെയ്യുന്നുള്ളൂ? 9 സെന്റിമീറ്ററെ മെഷർ ചെയ്യപ്പെടുന്നുള്ളൂ. അതായത് ഇതാണ് അതിന്റെ ഒറിജിനൽ ലെങ്ത്. അല്ലെ, ഇതാണ് അതിന്റെ ഒറിജിനൽ ലെങ്ത്, ഇതാണ് അതിന്റെ ചുരുങ്ങിയ ലെങ്ത് അല്ലെങ്കിൽ shrunk ലെങ്ത് എന്നറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? യെസ്, ഇതിൽ കൂടുതൽ ക്ലിയർ ആക്കി പറയാൻ പറ്റില്ല. ഒറിജിനലി 10 സെന്റിമീറ്റർ മെഷറിംഗ് ലൈൻ നൗ മെഷേഴ്സ് ഓൺലി 9 സെന്റിമീറ്റർ ഡ്യൂ ടു shrinkage. അങ്ങനെയാണെങ്കിൽ യെസ് പറയൂ, എത്രയായിരിക്കും shrinkage ratio? Then shrinkage ratio will be equal to shrunk length which is equal to 9 സെന്റിമീറ്റർ ആണ് divided by original length that will be equal to 10 സെന്റിമീറ്റർ ആയിരിക്കും. That is shrinkage ratio SR is equal to എത്രയാണ്? 0.9 ആണ്. ഓക്കെ അല്ലേ? 0.9 ആണ്. യെസ്, ദിസ് ഈസ് എ കറക്ഷൻ ഫാക്ടർ ദാറ്റ് ഈസ് ടേംഡ് ആസ് shrinkage ratio. ക്ലിയർ ആണോ? യെസ്, എക്സാമ്പിൾ അടക്കം പറഞ്ഞതാണ്. ഇനി നമുക്ക് എറർ വന്നു. ആ എററിനെ നമ്മൾ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ എററിനെ കറക്റ്റ് ചെയ്യണമെങ്കിൽ വി നീഡ് എ കറക്ഷൻ ഫാക്ടർ ദാറ്റ് ഈസ് ടേംഡ് ആസ് shrinkage ratio. ഓക്കെ അല്ലേ? ഇനി ഈ shrinkage ratio നിങ്ങളിൽ ഉണ്ടെങ്കിൽ ദ കറക്റ്റ് ലെങ്ത് ഈസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ measured length divided by shrinkage ratio ആണ്. ഓക്കെ അല്ലേ? measured length divided by shrinkage ratio. ഓക്കെ അല്ലേ? എന്താണോ, നമുക്ക് shrinkage സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ ലെങ്ത് മെഷർ എല്ലാം തെറ്റില്ലേ? നമ്മുടെ മാപ്പിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെങ്ത്തുകളെല്ലാം തെറ്റായിരിക്കും. ദാറ്റ് മെഷേർഡ് ലെങ്ത് ഡിവൈഡ് ബൈ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച കറക്ഷൻ ഫാക്ടർ ദാറ്റ് ഈസ് ടേംഡ് ആസ് shrinkage ratio. സോ മെഷേർഡ് ലെങ്ത് ഡിവൈഡ് ബൈ shrinkage ratio ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മാത്തമാറ്റിക്സ്, ഈ ഒരു കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ കറക്റ്റ് ലെങ്ത്. ഓക്കെ അല്ലേ? മെഷേർഡ് ലെങ്ത് മീൻസ് തെറ്റായ ലെങ്ത്. അത് തെറ്റാണല്ലോ, അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് ലെങ്ത് എന്ന് പറയും. അല്ലെ, കാരണം റെഡ്യൂസ്ഡ് മീൻസ് എന്താണ്? റെഡ്യൂസ്ഡ് പറയാൻ കാരണം shrinkage അല്ല സംഭവിച്ചത്,
മാപ്പിന് shrinkage അല്ലേ സംഭവിച്ചത്. സോ ലെങ്ത് എല്ലാം എന്താവും, റെഡ്യൂസ്ഡ് ആവില്ലേ. സോ ഇറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് മെഷേർഡ് ലെങ്ത്, അല്ലെങ്കിൽ എന്താണ് അതിനെ നമ്മൾ റെഡ്യൂസ്ഡ് ലെങ്ത് എന്നും പറയും. ഓക്കെ, അതാണ് മെഷേർഡ് ലെങ്ത് അല്ലെ. ഉള്ള ലെങ്ത് shrinkage കാരണം കുറഞ്ഞു പോയിട്ടുണ്ടാവും, ദാറ്റ് ഈസ് ഇറ്റ് ഗോട്ട് റെഡ്യൂസ്ഡ്. സോ മെഷേർഡ് ലെങ്ത് അല്ലെങ്കിൽ റെഡ്യൂസ് ലെങ്ത് ഡിവൈഡ് ബൈ shrinkage റേഷ്യോ ആണ്. ഇതിനെ ഒന്നുകൂടി മാറ്റി എഴുതാൻ പറ്റും. അതായത് ഈ ഇക്വേഷൻ ഞാൻ കറക്റ്റ് ലെങ്തിനെ CL എന്നാണ് എഴുതുന്നത്, മെഷേർഡ് ലെങ്തിനെ എനിക്ക് ഇനി ML എന്ന് എഴുതാം, കുഴപ്പമില്ലല്ലോ അല്ലെ. കറക്റ്റ് ലെങ്ത് എന്താണ്, CL ആണ്. മെഷേർഡ് ലെങ്ത് എന്താണ്, ML ആണ്. shrinkage ratio എന്തായിരുന്നോ, വാട്ട് വാസ് shrinkage ratio? യെസ് പറയൂ. shrinkage ratio is equal to shrunk length divided by original length ആണ്. ഞാൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അവിടെ. വളരെ സിമ്പിൾ ആണ്. This can be യെസ് shrinkage ratio പകരം shrunk length divided by യെസ് original length അല്ലേ, ഒറിജിനൽ ലെങ്ത് ആണ് അല്ലേ. ഇങ്ങനെ എഴുതി കൂടെ ദാറ്റ് ഈസ് കറക്റ്റ് ലെങ്ത് ഈസ് ഈക്വൽ ടു ഒറിജിനൽ ലെങ്ത് മുകളിൽ പോകും. സോ നമുക്ക് എങ്ങനെ എഴുതാം, ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് കറക്റ്റ് ലെങ്ത് ഈസ് ഈക്വൽ ടു ഒറിജിനൽ ലെങ്ത് ഡിവൈഡ് ബൈ shrunk length into എന്ത് വരും, യെസ് into measured length എന്ന് വരും അല്ലേ. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ലൈക്ക് ദിസ് ഓൾസോ. മെഷേർഡ് ലെങ്തിനെ നമ്മൾ എന്തും കൂടി പറയാറുണ്ട്, റെഡ്യൂസ്ഡ് ലെങ്ത് എന്നും പറയാറുണ്ട്. ഓക്കെ അല്ലേ. സോ ദിസ് ഈസ് ഇക്വേഷൻ ഫോർ കറക്റ്റ് ലെങ്ത്. രണ്ട് ഇക്വേഷൻ ആണ്, രണ്ടും ഒന്ന് തന്നെയാണ്, മാറിപ്പോരുത്. ഏതൊക്കെയാണ് ഇക്വേഷൻ? ഫസ്റ്റ് വൺ, shrinkage ratio കിട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് ലെങ്ത് ഈസ് ഈക്വൽ ടു shrinkage ratio കിട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് ലെങ്ത് ഈസ് ഈക്വൽ ടു മെഷേർഡ് ലെങ്ത് ഡിവൈഡ് ബൈ shrinkage ratio അല്ലെ. shrinkage ratio നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് shrunk length ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. ഒറിജിനൽ ലെങ്ത് മുകളിൽ പോകും. ദെൻ കറക്റ്റ് ലെങ്ത് ഈസ് ഈക്വൽ ടു എന്താണ്, ഒറിജിനൽ ലെങ്ത് അല്ലെ. ഒറിജിനൽ ലെങ്ത് മുകളിൽ പോകും ബിക്കോസ് A by B by C എന്താണ്, A by B by C അല്ലെ. A by B by C എന്താണ്, AC by B ആണ് അല്ലെ. C മുകളിൽ പോകില്ലേ, C മുകളിൽ പോകും തീർച്ചയായിട്ടും. That's why the equation original length divided by shrunk length into measured length. Clear അല്ലേ? തെറ്റിക്കരുത്, പലരും തെറ്റിക്കാറുണ്ട്. ഈവൻ സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് വരെ തെറ്റിക്കാറുണ്ട്. ഓക്കെ അല്ലേ. നൗ ദാറ്റ് ഈസ് ഇക്വേഷൻ ഫോർ കറക്റ്റ് ലെങ്ത്. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ഏരിയയുടെ ഇക്വേഷൻ എന്തായിരിക്കും? യെസ് പറയൂ, നിങ്ങൾ പറയൂ. കറക്റ്റ് ഏരിയയുടെ ഇക്വേഷൻ എന്തായിരിക്കും? യെസ് ഇറ്റ് ക്യാൻ ബി മെഷേർഡ് ഏരിയ അല്ല, കറക്റ്റ് ഏരിയ അല്ലേ പറയുന്നത്, ഏരിയ മെഷേർഡ് ഏരിയ ഡിവൈഡ് ബൈ shrinkage ratio സ്ക്വയർ ആയിരിക്കും അല്ലെ. shrinkage ratio സ്ക്വയർ ആയിരിക്കും അല്ലെ. ലെങ്ത് ഇൻറ്റു ലെങ്ത് അല്ലടോ ഏരിയ, ലെങ്ത് ഇൻറ്റു മറ്റൊരു ലെങ്ത് അല്ലേ ഏരിയ അല്ലെ. സോ ലെങ്ത്തിൽ ഇക്വേഷൻ എന്തായിരുന്നു, മെഷേർഡ് ലെങ്ത് ഡിവൈഡ് ബൈ shrinkage ratio ആണ്. ഇൻറ്റു എന്ത് ചെയ്യണം, മെഷേർഡ് ലെങ്ത് ഡിവൈഡ് ബൈ shrinkage ratio ആണ്. ദാറ്റ് ഈസ് shrinkage ratio സ്ക്വയർ വരും അല്ലെ, ദാറ്റ് ഈസ് ദിസ് ഓൾസോ ക്യാൻ ബി റിട്ടൺ ആസ് എങ്ങനെ എഴുതാം, ഒറിജിനൽ ലെങ്ത് ഡിവൈഡ് ബൈ shrunk length എന്ത് വരും, യെസ് സ്ക്വയർ ഇൻറ്റു മെഷേർഡ് ഏരിയ എന്ന് വരും അല്ലെ. ഇങ്ങനെയും എഴുതാൻ പറ്റും, ഇങ്ങനെയും ഈ ഒരു ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റും. സ്ക്വയർ ഇടാൻ മറന്നു പോകരുത് ആരും. ഓക്കെ അല്ലേ. യെസ് ഡിവൈഡ് ബൈ shrinkage ratio ആണ്, അതായത് ഒറിജിനൽ ലെങ്ത് മുകളിൽ വരും, ഡിവൈഡ് ബൈ shrunk length സ്ക്വയർ വരും ബിക്കോസ് വി ആർ ട്രൈങ് ടു കാൽക്കുലേറ്റ് ദ ഏരിയ ഇൻറ്റു മെഷേർഡ് ഏരിയ ആണ് വരിക. യെസ് ഇഫ് യു വാണ്ട് ടു കാൽക്കുലേറ്റ് വോളിയം എന്താവും, സ്ക്വയർ മാറി ക്യൂബ് ആവും. ഓക്കെ അല്ലേ. എഴുതേണ്ട ആവശ്യമില്ല, അറിഞ്ഞിരിക്കുക. യെസ് ഓർമ്മ ഉണ്ടാവും. Now this is the first type of error that is termed as error due to shrinkage ആണ്. Correct അല്ലേ, ക്ലിയർ അല്ലേ? Yes. Now let's talk about the second error, that is error due to wrong measuring scale. Equations ആണ് ഓർത്തിരിക്കേണ്ടത്. രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം. ഈ ഇക്വേഷൻസ് ഡയറക്ട്ലി ഓപ്ഷൻസിൽ ഉണ്ടാവും. ഇതേ ഇക്വേഷൻസ് ഇതേ ഫോർമാറ്റിൽ ഡയറക്ട്ലി ഓപ്ഷൻസിൽ ഉണ്ടാവും. മറ്റൊരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എന്താണ്, they will be asking numerical based on this. ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരും. AP-യിൽ ഒരു ക്വസ്റ്റ്യൻ ഫ്രം ദി സ്കെയിൽ തീർച്ചയായിട്ടും വന്നിരിക്കും, ഗ്യാരണ്ടിയാണ്. യെസ്. രണ്ടാമത്തെ എറർ ഇൻ സ്കെയിൽ ഈസ് എറർ ഡ്യൂ ടു റോങ് മെഷറിംഗ് സ്കെയിൽ ആണ്. റോങ് മെഷറിംഗ് സ്കെയിൽ ആണ്. ഓക്കെ. നൗ ആദ്യം ഇതിന്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കാം. ആദ്യം ഈ സാധനത്തിന്റെ ഈ ഒരു റോങ് മെഷറിംഗ് സ്കെയിൽ വരാൻ ചാൻസസ് ഉള്ള സിറ്റുവേഷൻ നോക്കിയേ. യെസ് വാട്ട് ക്യാൻ ബി ദ സിറ്റുവേഷൻ? നമ്മൾ പഴയ ഒരു മാപ്പ് നോക്കുകയാണ് അല്ലെ. പൊതുവെ ബാക്കി സിവിൽ എഞ്ചിനീയേഴ്സിന് അറിയാം, ബാക്കിയുള്ളവർക്ക് ഓർമ്മ ഉണ്ടാവാം, ചിലപ്പം അറിയാമായിരിക്കാം. നമ്മൾ ഒരു മാപ്പ് എടുത്തു കഴിഞ്ഞാൽ, ഒരു പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ പൊതുവെ ആ പ്ലാനിൽ എത്രയാണ് സ്കെയിൽ എന്ന് മെൻഷൻ ചെയ്യാറുണ്ട്. എത്രയാണ് സ്കെയിൽ അല്ലെ, 1:50 ആണോ, 1:100 ആണോ, 1:200 ആണോ എന്ന് അവർ എഴുതി വെക്കാറുണ്ട് മാപ്പിൽ. സോ അന്ന് നോക്കിയാലും ഇന്ന് നോക്കിയാലും നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്.
പക്ഷെ ലെറ്റ്സ് സേ പഴയ ഒരു മാപ്പാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പം ആ ഒരു മാപ്പിൽ എത്രയായിരുന്നു സ്കെയിൽ എന്ന് എഴുതിയത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അത് ചെതലരിച്ച് പോയി കാണാം, മഷി പെരങ്ങി പോയി കാണാം, എന്തോ കാരണമായിക്കോട്ടെ നമുക്ക് സ്കെയിൽ ഓഫ് ദ മാപ്പ് എത്രയാണ് നമുക്ക് അറിയുന്നില്ല, നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ക്ലിയർ ആണോ? നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ഇനി ഇങ്ങനെ അറിയാൻ പറ്റാത്ത സ്കെയില് നമുക്കറിയില്ല, കാരണം കാണാൻ പറ്റുന്നില്ല. നമ്മൾ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു സ്കെയിൽ എടുത്തിട്ട് നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻസ്, ഇതിന്റെ ഏരിയ വോളിയം കാൽക്കുലേഷൻ ചെയ്യാൻ ശ്രമിക്കും. അത് ചിലപ്പോൾ ശരിയാവാം, ചിലപ്പോൾ തെറ്റാവാം. ഓക്കെ അല്ലെ? ചാൻസസ് ഓഫ് എറർ ആർ മോർ. അതാണ് ഒരു സിറ്റുവേഷൻ. ഓക്കെ, സിറ്റുവേഷൻ അറിയിക്കുക. രണ്ടാമത്തെ സിറ്റുവേഷൻ നമുക്കറിയാം, നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം, എന്നാലും പറയാം. നമ്മൾ പിന്നെ സർവേയില് ചെയിൻ സർവേ നടത്താറുണ്ട് അല്ലെ? ചെയിൻ എല്ലാവർക്കും അറിയാം. ചെയിൻ സർവേ യൂഷ്വലി 20 മീറ്റർ ചെയിൻ ആണ് ഉണ്ടാവാറുള്ളത്, അല്ലെങ്കിൽ 30 മീറ്റർ ചെയിൻ ആണ് സ്റ്റാൻഡേർഡ് ലെങ്ത് ഉള്ള ചെയിനുകൾ. ഒന്നെങ്കിൽ 20 മീറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ 30 മീറ്റർ ആയിരിക്കും ചെയിനിന്റെ സ്റ്റാൻഡേർഡ് ലെങ്ത്. ഓക്കെ അല്ലെ? നിങ്ങൾ കടയിൽ പോവുകയാണ്, നിങ്ങൾ കടയിൽ പോയിട്ട് ചോദിക്കുകയാണ്, ചേട്ടാ ഒരു 20 മീറ്റർ ചെയിൻ വേണം. സോ ചേട്ടൻ എന്ത് തരും? ഒരു 20 മീറ്റർ ചെയിൻ തരും. നമ്മൾ ഈ ഒരു ചെയിൻ വെച്ചിട്ട് അല്ലെ, ഈ ചെയിന്റെ മുകളിൽ എഴുതിയിരിക്കുന്ന എത്രയാണ്? അത് 20 മീറ്റർ ചെയിൻ എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മൾ ഈ ചെയിൻ വെച്ചിട്ട് മെഷർമെന്റ് മൊത്തം എടുത്തു, ആ ഫീൽഡിന്റെ മെഷർമെന്റ് മൊത്തം എടുത്തു. യെസ്, ഓഫീസിൽ വന്നപ്പോൾ ആണ് മനസ്സിലായത് ഇത് ആക്ച്വലി 20 മീറ്റർ ഇല്ല, ഇത് 19 മീറ്ററേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് 19 മീറ്ററേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമുക്ക് പിന്നീടാണ് മനസ്സിലായത്. ക്ലിയർ ആണോ? 20 മീറ്റർ എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ചെയിൻ, അത് വെച്ച് നമ്മൾ എല്ലാ മെഷർമെന്റും എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് മനസ്സിലായത് അത് 20 മീറ്റർ ഇല്ലായിരുന്നു, അത് 19 മീറ്ററേ ഉള്ളൂ എന്ന്. കടക്കാരൻ പറ്റിച്ചതല്ല, ചെയിൻ ഉണ്ടാക്കിയപ്പോൾ ഉണ്ടായ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആയിരിക്കാം, എന്തോ റീസൺ ആയിക്കോട്ടെ. 20 മീറ്റർ എന്ന് നമ്മൾ വിചാരിച്ച ചെയിൻ ഇപ്പൊ 19 മീറ്ററേ ഉള്ളൂ നമ്മൾ മനസ്സിലാക്കുകയാണ്. അതായത് നമ്മളെടുത്ത എല്ലാ മെഷർമെന്റും തെറ്റാണ്. ഇതും എന്താണ്? റോങ് മെഷറിംഗ് സ്കെയിൽ കാറ്റഗറിയിൽ വരുന്ന ഒരു എറർ ഇൻ ദ ചെയിൻ ആണ്, എറർ ഇൻ ദ സ്കെയിൽ ആണ്. കാരണം അത് സ്കെയിൽ എന്ന് പറയാൻ കാരണം നോക്കിയേ, ഈ ലെങ്ത് സ്റ്റാൻഡേർഡ് ലെങ്ത് ആണ്, റെഫറൻസ് ലെങ്ത്തുകളാണ് ഇതൊക്കെ റെഫറൻസ് ലെങ്ത്തുകളാണ് അല്ലെ? അതെന്താണ്? സ്റ്റാൻഡേർഡ് ലെങ്ത് ആണ്. ദാറ്റ് ക്യാൻ ബി ഓൾസോ കൺസിഡർ ആസ് സ്കെയിൽ ആണ്. ക്ലിയർ ആണോ? സോ നമുക്ക് എന്ത് മനസ്സിലായി? നമ്മൾ വിചാരിച്ച ലെങ്ത് അല്ലായിരുന്നു ചെയിനിന്. സോ നമ്മളെടുത്ത എല്ലാ മെഷർമെന്റും തെറ്റി. ഓക്കെ, സോ ആ എക്സാമ്പിൾ അവിടെ നിൽക്കട്ടെ. നമ്മൾ ഉദ്ദേശിച്ചത് 20 മീറ്റർ ചെയിൻ ആയിരുന്നു, പക്ഷെ പിന്നെ മനസ്സിലായി എത്രയാണ്? അത് 19 മീറ്ററേ ഉള്ളൂ. ഓക്കെ അല്ലെ? അതാണ് സിറ്റുവേഷൻസ്, വേറെ ഒന്നും പറയാനില്ല ഇവിടെ. ദ ഇക്വേഷൻ ഫോർ കറക്റ്റ് ലെങ്ത് ഇൻ ദിസ് സിറ്റുവേഷൻ, ദ കറക്റ്റ് ലെങ്ത് അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടുമാണ് സിറ്റുവേഷൻ, ഇത് രണ്ടുമാണ് ഇക്വേഷൻ, സിറ്റുവേഷൻസ്. ദെൻ ദ കറക്റ്റ് ലെങ്ത് ഈസ് ഗിവൺ ബൈ, യെസ് ഇതാണ് ഫോർമുല, റോങ് സ്കെയിൽ ഡിവൈഡ് ബൈ ഒറിജിനൽ സ്കെയിൽ ഇൻറ്റു മെഷേർഡ് ലെങ്ത് ആയിരിക്കും നമ്മുടെ കറക്റ്റ് ലെങ്ത്തിന്റെ ഫോർമുല. ക്ലിയർ ആണോ? യെസ്, ക്ലിയർ അല്ലേ? യെസ്. അതായത് നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നമുക്ക് ഈ ഒരു ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് നോക്കാം. 20 മീറ്റർ എന്നാണ് നമ്മുടെ വിചാരം, പിന്നെയാണ് മനസ്സിലായത് 19 മീറ്ററേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ലെങ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? റോങ് സ്കെയിൽ ഇൻ ദിസ് കേസ് എത്രയാണ്? റോങ് സ്കെയിൽ ഈസ് 19 മീറ്റർ ആണ്, ഒറിജിനൽ സ്കെയിൽ എത്രയാണ്? 20 മീറ്റർ ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ കറക്റ്റ് ലെങ്ത് ഇൻ ദിസ് കേസ് റോങ് സ്കെയിൽ എത്രയാണ്? 19 മീറ്റർ ഡിവൈഡ് ബൈ 20 മീറ്റർ ഇൻറ്റു വാട്ട് എവർ ബി ദ മെഷർഡ് ലെങ്ത്. ഇതാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട വാല്യൂ. ഈസ് ദാറ്റ് ഓക്കെ? 20 മീറ്റർ ആണെന്ന് നമ്മൾ വിചാരിച്ചു, പിന്നെയാണ് മനസ്സിലായത് അത് 19 മീറ്റർ ഉള്ളൂ. അതായത് റോങ് സ്കെയിൽ എത്രയാണ്? 19 മീറ്റർ ആണ്, ഒറിജിനൽ സ്കെയിൽ എത്രയാണ്? 20 മീറ്റർ ആണ്. ക്ലിയർ ആണോ? യെസ്. സോ ആ പോയിന്റ് ക്ലിയർ അല്ലേ? റോങ് സ്കെയിൽ ഏതാണ്, ഒറിജിനൽ സ്കെയിൽ ഏതാണ് എന്ന് ക്വസ്റ്റ്യൻ വായിച്ചാൽ മനസ്സിലാക്കണം. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ലെങ്ത് ആണ്, ആ സ്റ്റാൻഡേർഡ് ലെങ്ത് ആണ് ഒറിജിനൽ സ്കെയിൽ ആയിട്ട് വരിക. അതിൽ നിന്നുള്ള എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ അല്ലെ, അത് 19 മീറ്റർ ആവാം, ചിലപ്പം 21 മീറ്റർ ആവാം, കൂടാം കുറയാം, അത് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്യുന്ന പോലെ. ക്ലിയർ അല്ലേ? സോ കറക്റ്റ് ലെങ്ത് ഇക്വേഷൻ എന്താണ്? യെസ്, വാട്ട് ഈസ് ഇക്വേഷൻ ഫോർ കറക്റ്റ് ലെങ്ത്? റോങ് സ്കെയിൽ ഡിവൈഡ് ബൈ ഒറിജിനൽ സ്കെയിൽ ഇൻറ്റു മെഷേർഡ് ലെങ്ത്. ക്ലിയർ അല്ലേ? നൗ അതാണ് കറക്റ്റ് ലെങ്ത് എങ്കിൽ പറയൂ, വാട്ട് വിൽ ബി ദ കറക്റ്റ് ഏരിയ? യെസ്, ദെൻ ദ കറക്റ്റ് ഏരിയ വിൽ ബി ഈക്വൽ ടു യെസ് പറഞ്ഞേ, റോങ് സ്കെയിൽ ഡിവൈഡ് ബൈ ഒറിജിനൽ സ്കെയിൽ എന്ത് വരും? യെസ്, ഏരിയ വരുമ്പോൾ എന്ത് വരണം? ഡിവൈഡ് ബൈ ഒറിജിനൽ സ്കെയിൽ ഇൻറ്റു എന്ത് വരും? യെസ്, റോങ് സ്കെയിൽ ഡിവൈഡ് ബൈ ഒറിജിനൽ സ്കെയിൽ എന്ത് വരും? സ്ക്വയർ വരില്ലേ? ഇൻറ്റു എന്താണ്? മെഷേർഡ് ഏരിയ. ഈസ് ദാറ്റ് ഓക്കെ? ഇതാണ് എന്ത്? ഏരിയയുടെ ഫോർമുല വരിക. ഓക്കെ, സിമിലർലി വാട്ട് വിൽ ബി ദ ഫോർമുല ഫോർ വോളിയം? വോളിയത്തിന്റെ ഫോർമുല എന്തായിരിക്കും? യെസ്, ക്യൂബ് വരും. ഓക്കെ അല്ലേ? യെസ്. സോ ലീനിയർ ആണെങ്കിൽ സ്ക്വയർ വരില്ല, ഏരിയ ആണെങ്കിൽ ഒബ്വിയസ്ലി സ്ക്വയർ വരും. ഇത് വോളിയം ആണെങ്കിലോ ദാറ്റ് വിൽ ബി സ്ക്വയർ ആയിരിക്കും. കറക്റ്റ് അല്ലേ? ഇതാണ് സ്കെയിലിൽ നമ്മൾ കാണാറുള്ള രണ്ട് ടൈപ്പ് എറേഴ്സ്.
യെസ് ഗ്യാരണ്ടി ആണ് ഈ ഒരു പോർഷൻ ക്വസ്റ്റ്യൻ വരും. ഓക്കെ അല്ലേ? ഈ പോർഷന് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം നല്ല ഗ്യാരണ്ടിയാണ്. നൗ പ്രീവിയസ് ഇയർ നമ്മുടെ എക്സാംസിലെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ യെസ് 1-2 ക്വസ്റ്റ്യൻസ് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് ഡു ദ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 1 വായിച്ചു നോക്കിയേ. സി ഇത് എല്ലാ ബ്രാഞ്ചുകാർക്കും പഠിക്കാനുള്ളതാണ്. സോ ആ ലെവലിലെ നമ്മൾ ഡിസ്കഷൻ ഉണ്ടാവുള്ളൂ. ഓക്കെ അല്ലേ? യെസ് ശ്രദ്ധിക്കാം. എന്താണ് ക്വസ്റ്റ്യൻ വായിച്ചേ? On a map, the scale was reduced in such a way that originally 20 centimeter line now measures 19 centimeter only. The area of the reduced plan is 361 centimeter square ആണ്. The area of the reduced plan is 361 centimeter square ആണ്. അങ്ങനെയാണെങ്കിൽ what is the true area of the survey in centimeter square എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം ഇത് സ്കെയിലിലെ പോർഷൻ ആണ് ആൻഡ് സ്കെയിലിലെ എററിലെ പോർഷൻ ആണ്, അതും ഷ്രിങ്കേജ് എറർ ആണ് എന്ന് മനസ്സിലാക്കണം. കാരണം എന്താണ്? ബിക്കോസ് 20 സെന്റിമീറ്റർ എന്ന് ഒറിജിനലി മെഷർ ചെയ്ത ലൈൻ ഇപ്പൊ എത്രയും മെഷർ ചെയ്യുന്നുള്ളൂ? 19 സെന്റിമീറ്ററെ മെഷർ ചെയ്യുന്നുള്ളൂ. ഓക്കെ അല്ലേ? 20 സെന്റിമീറ്റർ ഒറിജിനലി മെഷറിംഗ് ലൈൻ നൗ മെഷേഴ്സ് ഓൺലി 19 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അത് എന്തുകൊണ്ടാണ്? ബിക്കോസ് there is a shrinkage occurred in the map ആണ്. ഓക്കെ, ആദ്യം ഫോർമുല എഴുതാം. യെസ്, വാട്ട് ഇസ് എ ഫോർമുല? കറക്റ്റ് ഏരിയ അല്ല ചോദിച്ചിരിക്കുന്നത്. യെസ്, കറക്റ്റ് ഏരിയ വിൽ ബി ഈക്വൽ ടു, വീണ്ടും ഫോർമുല എഴുതുകയാണ്, നിങ്ങൾക്ക് അറിയാം, എന്നാലും വീണ്ടും ഫോർമുല എഴുതുകയാണ്. കറക്റ്റ് ഏരിയ ഈസ് ഈക്വൽ ടു എന്തായിരുന്നല്ലോ? യെസ്, ഒറിജിനൽ ലെങ്ത് ഡിവൈഡ് ബൈ shrunk length, ഒറിജിനൽ ലെങ്ത് ഡിവൈഡ് ബൈ shrunk length സ്ക്വയർ എന്താ വരിക? മെഷേർഡ് ഏരിയ അല്ലെ? ഇതാണ് ഫോർമുല. നമുക്കറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ അല്ലെ? ഒറിജിനൽ ലെങ്ത് എത്രയാണോ? 20 സെന്റിമീറ്റർ ആണ്. ഷ്രങ്ക് ലെങ്ത് എത്രയാണ്? 19 ആണ്. വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേഷൻ ഒക്കെ നിങ്ങളുടെ കയ്യിലാണ്. യെസ്, അത് നമ്മളെ ഡിപ്പെൻഡ് ചെയ്യും, നമുക്കൊന്നും പറയാനില്ല. ഓക്കെ, എത്രയാണ് മെഷേർഡ് ഏരിയ? മെഷേർഡ് ഏരിയ ഈസ് 361 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. 361 ആണ്. ഓക്കെ, 19ന്റെ സ്ക്വയർ ആണ് എന്ത്? 361. സോ 20 സ്ക്വയർ 400 സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ് ഇതിന്റെ ആൻസർ വരിക. ഈസ് ദാറ്റ് ഓക്കെ? സോ ഓപ്ഷൻ ബി 400 സെന്റിമീറ്റർ സ്ക്വയർ ഈസ് ദ ആൻസർ. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ സ്കെയിലിലെ ക്വസ്റ്റ്യൻ ആണ്. യെസ്, ഒറിജിനലി ഇത്ര മെഷർ ചെയ്യുന്ന ലൈൻ ഇപ്പോൾ ഇത്രയും മെഷർ ചെയ്യുന്നുള്ളൂ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഡ്യൂ ടു ഷ്രിങ്കേജ് ആണ്. സോ ഷ്രിങ്കേജിന്റെ ഫോർമുല അറിയാം, ഷ്രിങ്കേജ് റേഷ്യോ അറിയാം. യെസ്, വി ക്യാൻ കാൽക്കുലേറ്റ് ഇറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചേ. വളരെ സിംഗിൾ ലൈൻ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എ പ്ലാൻ വാസ് ഷ്രങ്ക് ബൈ 5%. ഷ്രിങ്കേജ് പറയുന്ന മറ്റൊരു രീതിയാണ്. സി, ക്വസ്റ്റ്യൻ 2 രീതിയിലേ ചോദിക്കാറുള്ളൂ. ഷ്രിങ്കേജിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 2 രീതിയിലേ വരാറുള്ളൂ. ഒന്ന്, അവർ പറയും ഒറിജിനലി ഇത്ര മെഷർ ചെയ്യുന്ന ലൈൻ ഇപ്പോ ഇത്രയും മെഷർ ചെയ്യുന്നുള്ളൂ. ഒറിജിനലി 10 സെന്റിമീറ്റർ ലൈൻ നൗ ഓൺലി മെഷേഴ്സ് 9 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും അത് ഷ്രിങ്കേജ് ആണ്. മറ്റൊരു രീതിയിൽ ഷ്രിങ്കേജിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ദ പ്ലാൻ വാസ് ഷ്രങ്ക് ബൈ 5% ആണ്. വാട്ട് ഈസ് ദ ഷ്രിങ്കേജ് റേഷ്യോ എന്നാണ്. ഓക്കെ, ഷ്രിങ്കേജിനെ റെപ്രസെന്റ് ചെയ്യുന്ന മറ്റൊരു രീതിയാണ്. 5% ഇവിടെ എത്ര വന്നിരിക്കുന്നത് ഷ്രിങ്കേജ് സംഭവിച്ചതെങ്കിൽ വാട്ട് ഈസ് ദ ഷ്രിങ്കേജ് റേഷ്യോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ഷ്രിങ്കേജ് റേഷ്യോ നമുക്കറിയാം എന്താണ്? ഷ്രങ്ക് ലെങ്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത് ആണ് അല്ലേ? ഇതല്ലേ ഷ്രിങ്കേജ് റേഷ്യോ? നൗ 5% ഷ്രിങ്കേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? ലെറ്റ്സ് സേ 100 സെന്റിമീറ്റർ എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ടായിരുന്നു. ഇതിന് 5% ഷ്രിങ്കേജ് സംഭവിച്ചാൽ ഇപ്പൊ എത്രയും മെഷർ ചെയ്യുള്ളൂ? 95 സെന്റിമീറ്ററെ മെഷർ ചെയ്യുള്ളൂ അല്ലെ? 100 സെന്റിമീറ്റർ എന്ന് പറയുന്ന ലൈൻ 5% ഷ്രിങ്കേജ് സംഭവിച്ചാൽ ബാക്കി എത്ര ഉണ്ടാവുള്ളൂ? 95 അല്ലേ മെഷർ ചെയ്യുള്ളൂ. ദാറ്റ് ഈസ് ഷ്രങ്ക് ലെങ്ത് ഈസ് 95, ഒറിജിനൽ ലെങ്ത് ഈസ് 100 സെന്റിമീറ്റർ. സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ SR ഈസ് ഈക്വൽ ടു 95 ഡിവൈഡ് ബൈ 100, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.95 എന്ന് വരും അല്ലെ? യൂണിറ്റ് ഉണ്ടാവില്ല ബിക്കോസ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് ക്യാൻസൽഡ്. 0.95 എന്ന് കിട്ടും. ആൻസർ ഈസ് ഓപ്ഷൻ സി 0.95. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഉദ്ദേശിച്ചത് ഇത്തരത്തിലാണ് ക്വസ്റ്റ്യൻ വരാറുള്ളത്. ഷ്രിങ്കേജ് അവർ കാണിക്കുന്ന രീതികൾ 2 ഒന്ന് ഇങ്ങനെയാണ്, പെർസെന്റേജിൽ ഷ്രിങ്കേജ് പറയും. രണ്ടാമത്തെ രീതി ഏതാണ്? യെസ്, ഇത്ര മെഷർ ചെയ്തുകൊണ്ടിരുന്ന ലൈൻ ഇപ്പൊ ഇത്രയും മെഷർ ചെയ്യുന്നുള്ളൂ. ഓക്കെ അല്ലെ? ഇതിനപ്പുറത്തേക്ക് ക്വസ്റ്റ്യൻ വരില്ല. ഇതിന്റെ അപ്പുറത്തേക്ക് ക്വസ്റ്റ്യൻ വരില്ല. ലെറ്റ്സ് ഡു അനദർ ക്വസ്റ്റ്യൻ ഫ്രം അനദർ പോർഷൻ. ദാറ്റ് ഈസ് രണ്ടാമത്തെ എറർ ഏതായിരുന്നു? റോങ് മെഷറിംഗ് സ്കെയിൽ അല്ലേ? അതിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, നോ, ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ ഫ്രം ദ ഷ്രിങ്കേജ് അഗൈൻ. വായിച്ചു നോക്കിയേ. എ പ്ലാൻ ഹാസ് shrunk so that original line of 10 centimeter now measures 9 centimeter only. Yes, originally 10 centimeter line now measures 9 centimeter only. Okay അല്ലേ? Presently the measured area is 81 centimeter square ആണ്. ആയിക്കോട്ടെ. If the scale of the map is 1 centimeter equal to 10 meter, സ്കെയിലും കൂടി തന്നിട്ടുണ്ട്. Then what is the true area in meter square ആണ്? Yes, we need the answer finally in meter square ആണ്. ശ്രദ്ധിക്കണം. ഓക്കെ അല്ലേ? തന്നിരിക്കുന്ന ഡാറ്റ എഴുതാം.
ദാറ്റ് ഈസ് 1 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 10 മീറ്റർ ആണ്. യെസ്, ഒറിജിനലി എത്രയാണ് ലൈൻ ഉള്ളത്? 10 സെന്റിമീറ്റർ ആണ്. ഇപ്പം എത്രയേ ഉള്ളൂ? 9 സെന്റിമീറ്റർ ഉള്ളൂ. നൗ ദ റെഡ്യൂസ്ഡ് ഏരിയ ഈസ് ഗിവൺ ആസ് 81 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ക്ലിയർ അല്ലേ? ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കറക്റ്റ് ഏരിയ കണ്ടുപിടിക്കാം. വി ന്യൂ ദ ഫോർമുല. കറക്റ്റ് ഏരിയ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? ഒറിജിനൽ ലെങ്ത് ഡിവൈഡ് ബൈ shrunk length എന്ത് വരും? സ്ക്വയർ വരില്ലേ? ബിക്കോസ് ദിസ് ഈസ് ഏരിയ ആണ്. സ്ക്വയർ ഇൻറ്റു മെഷേർഡ് ഏരിയ എന്ന് വരും അല്ലേ? ഇതാണ് ഫോർമുല അറിയാത്ത ആരുമില്ല. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. യെസ്, എത്രയാണ് ഒറിജിനൽ ലെങ്ത്? 10 സെന്റിമീറ്റർ ആണ്. ഡിവൈഡ് ബൈ shrunk length 9 സെന്റിമീറ്റർ ആണ്. എന്ത് വരും? സ്ക്വയർ ഇൻറ്റു 81 എന്ന് വരും. യെസ്, 9 സ്ക്വയർ ആണ് 81. ദിസ് ഈസ് 10 സ്ക്വയർ. ദാറ്റ് വിൽ ബി ഈസ് ഈക്വൽ ടു 100. ആൻസർ എന്താണ്? യെസ്, യൂണിറ്റ് എന്താണ്? യൂണിറ്റ് ശ്രദ്ധിക്കണം. യൂണിറ്റ് ഈസ് 100 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ബിക്കോസ് 81ന്റെ യൂണിറ്റ് എന്താണ്? സെന്റിമീറ്റർ സ്ക്വയർ ആയിരുന്നു. തീർച്ചയായിട്ടും കറക്റ്റഡ് ഏരിയ നമുക്ക് കിട്ടുന്നത് 100 സെന്റിമീറ്റർ സ്ക്വയർ എന്നേ കിട്ടുള്ളൂ. പക്ഷേ ചോദിച്ചിരിക്കുന്നത് എന്തിലാണ്? മീറ്റർ സ്ക്വയറിലാണ്. മീറ്റർ സ്ക്വയറിലാണ്. ശ്രദ്ധിക്കുക, തെറ്റിക്കരുത്. എല്ലാവരും തെറ്റിക്കുന്ന പോർഷനാണ്. സാധാരണ സെന്റിമീറ്റർ മീറ്റർ അല്ല കൺവേർഷൻ ഇവിടെ ചോദിച്ചത്. പൊതുവെ 1 സെന്റിമീറ്റർ ഈക്വൽ എത്രയാണ്? 10⁻²⁻² മീറ്റർ ആണ് അല്ലേ? 1 സെന്റിമീറ്റർ ഈക്വൽ ടു പൊതുവെ ഇങ്ങനെയല്ലേ? യെസ്, ഇങ്ങനെയാണ്. പക്ഷേ അതല്ല ഇവിടെ ഉദ്ദേശിച്ചത്. ഹിയർ ദ സ്കെയിൽ ഈസ് ഗിവൺ. സോ സ്കെയിൽ തന്നിട്ടുണ്ടെങ്കിൽ സ്കെയിലിനനുസരിച്ചേ മാറ്റം വരുത്താവുള്ളൂ. ഓക്കെ അല്ലേ? സാധാരണ രീതിയിൽ 1 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 10⁻² മീറ്റർ ആണ്. അതല്ല ഇവിടെ യൂസ് ചെയ്യേണ്ടത്. വീണ്ടും പറയാണ്, ഒരുപാട് തവണ നമ്മൾ പലരും തെറ്റിച്ച് കാണാറുണ്ട്. ഓക്കെ അല്ലേ? അതല്ല ഇവിടെ ഉദ്ദേശിച്ചത്. ദേ ആർ സേയിങ് ദ സ്കെയിൽ ഈസ് 1 സെന്റിമീറ്റർ ഈക്വൽ ടു 10 മീറ്റർ എന്നാണ് എടുത്ത് പറയുന്നുണ്ട്. സോ സെന്റിമീറ്ററിന് പകരം നിങ്ങൾ 10 മീറ്റർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ 4ാം ക്ലാസ് രീതി പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് സെന്റിമീറ്റർ ഇൻറ്റു സെന്റിമീറ്റർ ആണ്. 1 സെന്റിമീറ്റർ എത്രയാണോ? 1 സെന്റിമീറ്റർ ഈസ് 10 മീറ്റർ. Again 1 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 10 മീറ്റർ. സോ ദിസ് ബിക്കം എത്രയാണ്? 10,000 എന്ന് വരും അല്ലേ? ദിസ് ഇസ് 10,000 മീറ്റർ സ്ക്വയർ ആണ്. വാല്യൂസ് ഒക്കെ വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഇത്ര സിമ്പിൾ വാല്യൂസ് വന്നോളം നിർബന്ധമില്ല. പുതിയ ഒരു ട്രെൻഡ് നോക്കുമ്പോൾ കോംപ്ലിക്കേറ്റഡ് വാല്യൂസ് ആണ് വരാറുള്ളത്. ഈസ് ദാറ്റ് ഓക്കെ? ക്ലിയർ അല്ലേ? സോ ആൻസർ ഈസ് 10,000 മീറ്റർ സ്ക്വയർ. 10,000 മീറ്റർ സ്ക്വയർ. സോ ഓപ്ഷൻ ഏതാണ് വരിക? ഓപ്ഷൻ സി 10,000 മീറ്റർ സ്ക്വയർ. സോ ഇതൊക്കെയാണ് നമ്മളെ ഷ്രിങ്കേജിലെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഷ്രിങ്കേജിലെ ക്വസ്റ്റ്യൻ കേട്ടാൽ മനസ്സിലാവും, വായിച്ചാൽ മനസ്സിലാവും. 2 രീതിയിൽ റെപ്രസെന്റ് ചെയ്യാറുണ്ട് അല്ലെ? ഷ്രിങ്കേജ് പെർസെന്റേജ് ഈസ് ദിസ് മച്ച്, അങ്ങനെ ഒരു രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ദെൻ അടുത്ത രീതി ഏതാണ്? ഇത്ര സെന്റിമീറ്റർ ഉള്ള ലൈൻ ഇത്രയും മെഷർ ചെയ്യുന്നുള്ളൂ എന്ന് നമുക്ക് കാണിക്കും. ഓക്കെ അല്ലേ? നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ്? ലെങ്ത് ഓഫ് എ ലൈൻ മെഷേർഡ് യൂസിംഗ് എ 20 മീറ്റർ ചെയിൻ വാസ് ഫൗണ്ട് ടു ബി 400 മീറ്റർ ആണ്. യെസ്, 20 മീറ്റർ വെച്ചിട്ട് നമ്മൾ മെഷർമെന്റ് നടത്തുകയാണ്. അപ്പോൾ ലെങ്ത് എത്രയാണ് കിട്ടിയത്? 400 മീറ്റർ എന്നാണ് കിട്ടിയിരിക്കുന്നത്. ക്ലിയർ അല്ലേ? യെസ്, 20 മീറ്റർ ഉള്ള ചെയിൻ ആണ്. അത് വെച്ചിട്ടാണ് നമ്മൾ മെഷർമെന്റ് നടത്തുന്നത്. എത്രയാ ലെങ്ത് കിട്ടിയത്? 400 മീറ്റർ ആണ്. ലേറ്റർ ഓൺ ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് the chain was 15 centimeter too long. 15 സെന്റിമീറ്റർ കൂടുതൽ ഉണ്ടായിരുന്നു എന്ന് പിന്നെയാണ് മനസ്സിലായത്. ഓക്കെ അല്ലേ? വാട്ട് ഈസ് ദ ട്രൂ ലെങ്ത് എന്നാണ് ചോദ്യം. ഓക്കെ അല്ലേ? നൗ നമുക്കറിയാം ദിസ് ഈസ് എ പോർഷൻ ഫ്രം റോങ് മെഷറിംഗ് സ്കെയിൽ ആണ് അല്ലെ? ഇത് റോങ് മെഷറിംഗ് സ്കെയിലിന്റെ പോർഷൻ ആണ്. ആൻഡ് നമുക്കറിയാം വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ കറക്റ്റ് ലെങ്ത്? യെസ്, കറക്റ്റ് ലെങ്ത് ഈസ് ഗിവൺ ബൈ ഇക്വേഷൻ പറഞ്ഞേ, റോങ് സ്കെയിൽ ഡിവൈഡ് ബൈ ഒറിജിനൽ സ്കെയിൽ യെസ് ഇൻറ്റു എന്താ വരിക? മെഷേർഡ് ലെങ്ത് എന്ന് പറയുന്ന ഫോർമുലയാണ് വരാറുള്ളത് അല്ലെ? മെഷേർഡ് ലെങ്ത് എന്ന് പറയുന്ന ഫോർമുലയാണ് വരാറുള്ളത്. ഓക്കെ അല്ലേ? സോ കറക്റ്റ് ലെങ്ത് ഈസ് ഈക്വൽ ടു റോങ് സ്കെയിൽ ഡിവൈഡ് ബൈ ഒറിജിനൽ സ്കെയിൽ ആണ്. നോക്കിയേ, ഈ ക്വസ്റ്റ്യനിൽ എത്രയാണ് ഒറിജിനൽ സ്കെയിൽ? യെസ്, നമ്മൾ വിചാരിച്ചത് അല്ലേ, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ലെങ്ത് ഓഫ് ദ ചെയിൻ എത്രയാണ്? ഇപ്പം 20 മീറ്റർ എന്നാണ്. പിന്നെയാണ് മനസ്സിലായത് ദിസ് ഈസ് 15 സെന്റിമീറ്റർ ടു ലോങ് ആണ്. ദാറ്റ് ഈസ് റോങ് സ്കെയിൽ വിൽ ബി ഈസ് ഈക്വൽ ടു 20 മീറ്റർ പ്ലസ് 15 സെന്റിമീറ്റർ എത്രയാണ്? 15 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.15 മീറ്റർ ആണ് അല്ലേ? 0.15 മീറ്റർ ആണ്. സോ 20 മീറ്റർ പ്ലസ് എന്ത് വരും? 0.15 മീറ്റർ എന്ന് വരും. ഈസ് ദാറ്റ് ഓക്കെ? സോ ദിസ് വിൽ ബി 20.15 മീറ്റർ ആയിരിക്കും. ക്ലിയർ അല്ലേ? നൗ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ. യെസ്, മെഷേർഡ് ലെങ്ത് എത്രയാണ് കിട്ടിയത്? മെഷേർഡ് ലെങ്ത് എത്രയാണ് പറയുന്നത്? 400 മീറ്റർ ആണ്. 400 മീറ്റർ ആണ്. ക്ലിയർ അല്ലേ? യെസ്, നൗ the correct length will be equal to wrong scale എത്രയാണ്? 20.15 ആണ്. ഡിവൈഡ് ബൈ 20 ഇൻറ്റു എത്ര വരും? 400 എന്ന് വരും. ഈസ് ദാറ്റ് ഓക്കെ? സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ മീൻസ് സബ്സ്ട്രാക്ട് ദ വാല്യൂ. 20 ആണ്. എത്ര വരിക? ദിസ് വിൽ ബി 400.3 മീറ്റർ എന്ന് വരും. ക്ലിയർ ആണോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ന്യൂമറിക്കലാണ്. ജസ്റ്റ്
ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി, അതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല. ഓക്കെ അല്ലേ? ദിസ് ഈസ് സോറി എത്ര വരുന്നത്? ദിസ് വിൽ ബി 403 ആണ് വരിക അല്ലേ? 403 മീറ്റർ. യെസ്, ആൻസർ വിൽ ബി 403 ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? യെസ്, ഓപ്ഷൻ ബി 403 മീറ്റർ എന്ന് കിട്ടും. Is that okay? Yes, let's move to the next question. Question number 6. The length of a line measured using a okay, question കുറച്ച് മിസ്സിംഗ് ആണ്. മിസ്സിംഗ് ഇല്ല. The length of a line measured using a chain was 270 മീറ്റർ ആണ്. യെസ്, ഒരു ചെയിൻ വെച്ചിട്ട് നമുക്ക് ലെങ്ത് മെഷർ ചെയ്തപ്പോൾ കിട്ടിയ എത്രയാണ്? 270 മീറ്റർ ആണ്. ഓക്കെ, കാൽക്കുലേറ്റ് ദ ട്രൂ ലെങ്ത് ഇഫ് എ 30 മീറ്റർ ചെയിൻ ഈസ് യൂസ്ഡ് in the beginning of the work and a 30.2 meter chain is used at the end of the work. Okay അല്ലേ? സോ നിങ്ങൾ ഒരു ചെയിൻ ഉപയോഗിച്ചിട്ട് ലെങ്ത് മെഷർ ചെയ്യാണ്. എത്ര കിട്ടിയത്? 270 മീറ്റർ ആണ് കിട്ടിയത്. 270 മീറ്റർ ആണ് കിട്ടിയത്. ഇവിടെ രണ്ട് ചെയിൻ യൂസ് ചെയ്യുന്നുണ്ട് ഈ 270 മീറ്റർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? എന്താണ് അവർ പറയുന്നത്? ഇൻ ദ ബിഗിനിങ് the length of the chain used was 30 മീറ്റർ ആണ്. And at the end of the work ആ ചെയിൻ്റെ ലെങ്ത് എന്തായി? 30.2 മീറ്റർ ആയി. ആ ചെയിൻ ലെങ്ത് ആയിരിക്കില്ല, വേറെ ചെയിൻ ആയിരിക്കാം. ഓക്കെ, സോ വി യൂസ്ഡ് 2 ചെയിൻസ്, ദാറ്റ് ഈസ് 30 മീറ്റർ ചെയിൻ ആൻഡ് എ 30.2 മീറ്റർ ചെയിൻ. 30 മീറ്റർ ചെയിൻ ആൻഡ് എ 30.2 മീറ്റർ ചെയിൻ നമ്മൾ യൂസ് ചെയ്തു ടു മെഷർ ദിസ് 270 മീറ്റർ ലെങ്ത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ലെങ്ത്തിന്റെ ഇക്വേഷൻ പറഞ്ഞേ നമുക്കറിയാം. കറക്റ്റ് ലെങ്ത് ഈസ് ഈക്വൽ ടു വീണ്ടും എഴുതുകയാണ് ഫോർമുല. യെസ്, റോങ് സ്കെയിൽ ഡിവൈഡ് ബൈ ഒറിജിനൽ സ്കെയിൽ ഇൻറ്റു എന്തായിരുന്നു? മെഷേർഡ് ലെങ്ത് എന്നായിരുന്നു ഫോർമുല അല്ലേ? ഈ കേസിൽ യെസ്, യാതൊരു ഡൗട്ടും ഉണ്ടാവില്ല. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഒറിജിനൽ സ്കെയിൽ? യെസ്, എത്രയാണ്? 30 മീറ്റർ ആണ്. ആർക്കും ഡൗട്ട് ഉണ്ടാവില്ല. യെസ്, ആർക്കും ഡൗട്ട് ഉണ്ടാവില്ല. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് റോങ് സ്കെയിൽ എത്രയാണോ? യെസ്, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് റോങ് സ്കെയിൽ? 30.2 മീറ്റർ ആണോ? 30.2 മീറ്റർ ആണോ? അല്ല, ഇറ്റ് ഈസ് 30 പ്ലസ് 30.2 ഡിവൈഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 30.1 മീറ്റർ ആണ്. എന്തുകൊണ്ടാണ്? സി നോക്കിയേ, നമ്മൾ 270 മീറ്റർ എന്ന് പറയുന്ന ലെങ്ത് ആണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, 270 മീറ്റർ എന്ന് പറയുന്ന ലെറ്റ്സ് സേ ദിസ് ഈസ് 270 മീറ്റർ. ഈ ലെങ്ത് നമ്മൾ മെഷർ ചെയ്യുന്നത് യൂസിങ് 2 ചെയിൻസ് ആണ് വിച്ച് ഈസ് ഓഫ് ഡിഫറെന്റ് ലെങ്ത് ആണ്. ഓക്കെ, ഈ ലെങ്ത്തിന്റെ എത്രയോ ഒരു ഭാഗം എത്ര എന്ന് പറയുന്നില്ല അല്ലെ, എത്രയോ ഒരു ഭാഗം ദാറ്റ് ഈസ് ഇൻ ദ ബിഗിനിങ് ദേ ആർ യൂസിങ് എ 30 മീറ്റർ ചെയിൻ and at the end they are using a 30.2 meter chain. In the beginning they are using a 30 meter chain and at the end they are using a 30.2 meter chain അല്ലേ? സോ എത്ര എന്ന് പറയുന്നില്ല, എത്രയോ എന്നാണ് പറയുന്നത് അല്ലെ? എത്രയോ പോർഷൻ 30 മീറ്റർ കൊണ്ടും ബാക്കി എത്രയോ പോർഷൻ 30.2 ചെയിൻ കൊണ്ടാണ്. ക്ലിയർ അല്ലേ? അതുകൊണ്ട് നമുക്ക് എക്സാക്ട്ലി പറയാൻ പറ്റില്ല എവിടെയാണ് റോങ് വന്നത്, എവിടെയാണ് റൈറ്റ് വന്നത് അല്ലെ? ഈ ക്വസ്റ്റ്യൻ മറ്റൊരു രീതി പറയാം. എന്താണ്? ആദ്യത്തെ 140 മീറ്റർ യെസ് ദേ യൂസ്ഡ് 30 മീറ്റർ ചെയിൻ എന്ന് പറയാം. പിന്നത്തെ എന്ത് പറയാം? 130 മീറ്റർ, പിന്നത്തെ 130 ദേ യൂസ്ഡ് 30.2 ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആണ്, സ്പെസിഫിക് ആണ് അല്ലെ? അല്ലെങ്കിൽ എങ്ങനെ പറയാം? ആദ്യത്തെ ഹാഫ് പോർഷൻ 30 മീറ്റർ ചെയിൻ യൂസ് ചെയ്തു, ബാക്കിയുള്ള ഹാഫ് പോർഷൻ ദേ യൂസ്ഡ് 30.2 മീറ്റർ ചെയിൻ. അങ്ങനെ പറഞ്ഞാലും ക്ലിയർ ആണ്. പക്ഷെ ഇവിടെ അങ്ങനെ പറയുന്നില്ല. ആദ്യത്തെ എത്രയോ പോർഷൻ 30 മീറ്റർ ചെയിനും പിന്നത്തെ എത്രയോ പോർഷൻ 30.2 മീറ്റർ ചെയിനും എന്നാണ് പറയുന്നത്. സിൻസ് ദാറ്റ് ഈസ് എ കേസ് വി ആർ ടേക്കിംഗ് ദ ആവറേജ് ഓഫ് ദീസ് 2 വാല്യൂ. ഓക്കെ അല്ലേ? അതുകൊണ്ടാണ് നമ്മളുടെ ആവറേജ് എടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് 30 പ്ലസ് 30.2 ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 30.1. ഓക്കെ അല്ലേ? യെസ്, സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ therefore correct length will be equal to 30.1 ആണ് റോങ് സ്കെയിൽ, 30 ആണ് എന്ത് ഒറിജിനൽ സ്കെയിൽ, ഇൻറ്റു 270 എന്ന് വരും. ഓക്കെ അല്ലേ? സോ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ ദിസ് വിൽ ബി യെസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 270.9 മീറ്റർ എന്ന് വരും. ഈസ് ദാറ്റ് ഓക്കെ? ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ വിൽ ബി ഓപ്ഷൻ സി ആയിരിക്കും. ഓക്കെ അല്ലേ? ഓപ്ഷൻ സി ആയിരിക്കും. ഇനി ഇതേ ക്വസ്റ്റ്യൻ വേറൊരു രീതി ചോദിക്കാം. ഇതേ ക്വസ്റ്റ്യൻ മറ്റൊരു രീതി ചോദിക്കാം. എന്താണ്? ഈ 270 മീറ്റർ എന്ന് പറയുന്ന ലെങ്ത് അതിന്റെ ആദ്യത്തെ ലെറ്റ്സ് സേ എന്താണ് 120 മീറ്റർ. ആദ്യത്തെ 120 മീറ്റർ ഈസ് മെഷേർഡ് യൂസിങ് എ 30 മീറ്റർ ചെയിൻ ആൻഡ് ബാക്കിയുള്ള 150 മീറ്റർ ഈസ് മെഷേർഡ് യൂസിങ് എ 30.2 മീറ്റർ ചെയിൻ എന്നാണ് പറയുന്നത്. എന്ന് അവര് സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയുന്നുണ്ടെങ്കിൽ ഇഫ് ദ ഫസ്റ്റ് പോർഷൻ 120 മീറ്റർ അല്ലെ സ്പെസിഫിക് പറയുന്നുണ്ട് അല്ലെ,
30 മീറ്റർ ചെയിൻ ആണ്. പിന്നെയുള്ള ബാക്കിയുള്ള 150 മീറ്റർ 30.2 മീറ്റർ ചെയിൻ ആണെങ്കിൽ എറർ എവിടെ മാത്രമേ വരുള്ളൂ അല്ലെ? 30 മീറ്റർ ചെയിൻ ആണ് ഇവിടെ യാതൊരു എറർ ഇല്ല. സോ എടുത്തിരിക്കുന്ന മെഷർമെന്റ് തെറ്റാണ്. പക്ഷെ ഇവിടെ നമ്മൾ യൂസ് ചെയ്തത് 30 മീറ്റർ ചെയിൻ ആണെന്നാണ് വിചാരിച്ചത്. പക്ഷെ പിന്നെയാണ് മനസ്സിലായത് 30.2 മീറ്റർ എന്ന് പറയുന്ന ചെയിൻ ആണ്. സോ ഇവിടെ മെഷർമെന്റ് തെറ്റി. ഓക്കെ അല്ലെ? സോ കറക്ഷൻ എവിടെ മാത്രം കൊടുത്താൽ മതി? ആ ഒരു പോർഷനിൽ മാത്രം കൊടുത്താൽ മതി. ദാറ്റ് ഈസ് ദ ആൻസർ വിൽ ബി കറക്റ്റ് ലെങ്ത് വിൽ ബി 120 മീറ്ററിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ബാക്കിയുള്ള 150ൽ ഇറ്റ് ഈസ് എന്താ വരിക? റോങ് സ്കെയിൽ ഡിവൈഡ് ബൈ ഒറിജിനൽ സ്കെയിൽ ഇൻറ്റു മെഷർഡ് ലെങ്ത് ആണ് വരിക. ദാറ്റ് ഈസ് 120 പ്ലസ് 30.2 ഡിവൈഡ് ബൈ 30 ഇൻറ്റു 150 എന്ന് വരും അല്ലെ? സോ ദ ആൻസർ വിൽ ബി കറക്റ്റ് ലെങ്ത് 120 പ്ലസ് ഇത് എത്രയാണ് വരിക? ദിസ് വിൽ ബി 5 അഗൈൻ അല്ലെ? ദാറ്റ് ഈസ് so 150 by 30 that is equal to 5 ആണ്. You multiply this will be 151 ആയിരിക്കും. So total length will be 271 മീറ്റർ എന്ന് കിട്ടും. 271 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ദിസ് ഈസ് അനദർ കേസ്. സെയിം ക്വസ്റ്റ്യൻ ആണ്, മറ്റൊരു രീതിയിൽ പറഞ്ഞു. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. ക്വസ്റ്റ്യൻ ഒറിജിനലി എങ്ങനെയായിരുന്നു? ചെയിൻ ലെങ്ത് മെഷർ ചെയ്തപ്പോൾ ഇനീഷ്യലി എത്രയോ പോർഷൻ എത്രയാന്ന് പറയുന്നില്ല, എത്രയോ പോർഷൻ ഇൻ ദ ബിഗിനിങ് ഇറ്റ് വാസ് 30 മീറ്റർ ചെയിൻ ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ സർവേ ഇറ്റ് വാസ് 30.2 മീറ്റർ ചെയിൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന്റെ ആവറേജ് എടുക്കും. അതായത് എത്ര പോർഷൻ എന്ന് സ്പെസിഫൈ ചെയ്യുന്നില്ലെങ്കിൽ വി ഹാവ് ടു ടേക്ക് ദ ആവറേജ് ഓഫ് ദീസ് ടു വാല്യൂ. ഇനി അതല്ല, കറക്റ്റ് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അതായത് ആദ്യത്തെ ഹാഫ് ഇന്ന ചെയിൻ ആണ്, അടുത്ത ഹാഫ് ഇന്ന ചെയിൻ ആണ്, അല്ലെങ്കിൽ ആദ്യത്തെ 1/3 ലെങ്ത് ഇത്ര ചെയിൻ വെച്ചാണ് യൂസ് ചെയ്തത്, ബാക്കിയുള്ള റിമൈനിങ് ലെങ്ത് ഇത്ര ചെയിൻ വെച്ച് മെഷർ ചെയ്തു എന്ന് പറയുമ്പോൾ വി നോ ഓർ ദേ ആർ സ്പെസിഫൈങ് ഹൗ മച്ച് ലെങ്ത് ഹൗ മച്ച് ചെയിൻ ഈസ് യൂസ്ഡ് അല്ലെ? ആ കേസിൽ നമുക്ക് എക്സാക്ട്ലി എടുക്കാം. ഇനി എത്രയോ എന്നാണ് പറയുന്നതെങ്കിൽ വി ഹാവ് ടു ടേക്ക് ദ ആവറേജ് ഓഫ് ദീസ് ടു വാല്യൂ. ഓക്കെ അല്ലെ? സോ ഇതാണ് സ്കെയിൽ എന്ന് പറയുന്ന സർവേയിലെ മെയിൻ പോർഷൻ. ഈ സെഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്തത് വി വർ ഡിസ്കസിംഗ് അബൌട്ട് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ദ യൂണിറ്റ് യൂസ്ഡ് ഇൻ ദ സർവേ ആണ്. യെസ്, ദെൻ ദ സ്കെയിൽ യൂസ്ഡ് ഇൻ ദ സർവേ ആണ്. ക്ലിയർ അല്ലേ? യെസ്, വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് സെഷൻ. അതുവരെ താങ്ക് യു.